വൈകുണ്ഠം എത്ര അകലെയാണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? നമുക്കൊരു കഥയിലൂടെ നോക്കാം. ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ ഭാഗവത സപ്താഹം നടക്കുകയായിരുന്നു. ഗജേന്ദ്രമോക്ഷം കഥയാണ് ഭാഗവതർ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ആനയുടെ കാലിൽ മുതല പിടിച്ചിരിക്കുകയാണ്. ആന ഉറക്ക നിലവിളിക്കുന്നുണ്ട്. ആരും സഹായിക്കാൻ വന്നില്ല. ഉടനെ പാവം ആ ആന ഭഗവാനെ വിളിച്ച് കരയാണ്. ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ഇടിമിന്നൽ വേഗത്തിൽ പറന്നെത്തി. പെട്ടെന്ന് രാജാവ് പണ്ഡിതനെ തടഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം. ഭഗവാൻ ആനയുടെ നിലവിളി കേട്ടിട്ട് രക്ഷിക്കാനായി ഓടി വന്നത് വൈകുണ്ഠത്തിൽ നിന്നല്ലേ? അപ്പോൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര ദൂരെയാണ് വൈകുണ്ഠം? ചോദ്യം കേട്ടിട്ട് പണ്ഡിതൻ വല്ലാണ്ടായി. രാജാവ് ഒന്ന് വിസ്തരിച്ചു. തൻ്റെ ചോദ്യം പണ്ഡിതനെ ഉലച്ചതിൻ്റെ ഉത്സാഹം ആ മുഖത്ത് പ്രകടമായിരുന്നു. അപ്പോൾ സദസ്സിൻ്റെ പുറകിൽ നിന്നിട്ട് ഒരു പരിചാരകൻ വായ പൊത്തിക്കൊണ്ട് അടിയെന്ന് പറയാണ്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എന്തേ? അവിടുന്ന് അനുവദിച്ചാൽ അടിയൻ അതിൻ്റെ ഉത്തരം പറയാം. ബാല്യക്കാരൻ്റെ സംസാരം കേട്ട് എല്ലാവരും അന്തം വിട്ടു. ഉടൻ തന്നെ രാജശാസനം ഉയർന്നു. പറയാം, പക്ഷേ ഇത് രാജസദസ്സാണെന്ന് മറക്കരുത്. അപ്പോൾ അയാൾ വിശദീകരിക്കാൻ തുടങ്ങി. മഹാരാജൻ, ഗജേന്ദ്രൻ്റെ നിലവിളി കേൾക്കത്തക്ക ദൂരത്തായിരുന്നു വൈകുണ്ഠം. അതിനാൽ ഭഗവാന് ഉടനെ തന്നെ എത്താൻ കഴിഞ്ഞു. അയാൾ പിന്നെയും വിശദീകരിക്കുകയാണ്. അഹങ്കാരിയുടെ ഏറ്റവും ഉച്ചത്തിലുള്ള പ്രാർത്ഥന കൂടി കേൾക്കാൻ പറ്റാത്തത്ര ദൂരത്തിലും ദുഃഖിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കേൾക്കത്തക്ക അത്രയും സമീപത്തുമാണ് വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നത്. ഈശ്വരനും നമ്മളും തമ്മിലുള്ള അകലം നമ്മുടെ മനസ്സിൻ്റെ നന്മയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.